ഇരുന്നു കൊണ്ടുള്ള യോഗാസനമാണ് നമ്മൾ അഭ്യസിക്കുന്നത്. നമുക്കിങ്ങനെ കാല് പിറകോട്ടും മടക്കി വജ്രാസനത്തിലിരിക്കാം. കാല് രണ്ട് സൈഡിലേക്കും മാറ്റി വേണമെങ്കിൽ നിലത്തിങ്ങനെ ഉറപ്പിച്ചിരിക്കാം. അതുപോലെ ഇരിക്കാൻ വിഷമമുള്ളവർക്കൊരു പില്ലോ താഴെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കാല് വെച്ചിട്ടിരിക്കാം. ഇങ്ങനെയെങ്കിലും നമ്മൾ പതുക്കെ പതുക്കെ ഇരുന്ന് പഠിക്കുക. വജ്രാസനം ഏറ്റവും നല്ല ആസനമാണ്. നമ്മൾ ആഹാരം കഴിച്ചിട്ട് ചെയ്യാവുന്ന ആസനങ്ങളിൽ ഒന്നാണിത്. ഡൈജഷനൊക്കെ വർദ്ധിക്കാൻ നല്ലതാണ്. നട്ടലിലൂടെയുള്ള ന്യൂറോൺസിന്റെ പ്രവാഹം കറക്റ്റായിട്ട് വരും. അതുപോലെ ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. അങ്ങനെ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ആസനമാണ് വജ്രാസനം. മെഡിറ്റേഷനും പറ്റിയ ആസനമാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശ്വാസം വിട്ടുകൊണ്ട് നമ്മളുടെ നെറ്റിയും മൂക്കും കൊണ്ടൊന്ന് നിലത്ത് മുട്ടിക്കും. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരും. അങ്ങനെ കിടന്നിട്ട് നമുക്ക് 5 ബ്രീത്ത് ചെയ്യാം. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരാം. ശ്വാസോച്ഛ്വാസത്തോടൊപ്പവും ഇത് ചെയ്യാം. അങ്ങനെ ശ്വാസം വിട്ടുകൊണ്ട് പോയി രണ്ടാമത് നമ്മൾ ചെയ്യണത്, നമ്മൾ താഴെ നിലത്തോട്ട് നേരെ നോക്കണം. തൈറോയിഡിന്റെ പ്രശ്നം കുറയ്ക്കാമെന്നുള്ളതാണ്. രണ്ടാമത്തെ യോഗാസനം തൈറോയിഡിന്റെ പ്രശ്നം പരിഹരിക്കാൻ വളരെ നല്ലതാണ്. തൊണ്ടയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, തൊണ്ടയിലെ ക്യാൻസർ, സൗണ്ട് പ്രോബ്ലം, ഇതൊക്കെ പരിഹരിക്കാൻ വളരെ ഫലപ്രദമാണ്. താഴെ നിലത്ത് സ്പർശിച്ചിട്ട് നേരെ നോക്കണം. അങ്ങനെ ഒരു 5 ബ്രീത്ത് ചെയ്യുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ടെൻഷനെ കുറയ്ക്കാൻ നല്ലതാണ്. പ്രഷർ കുറയ്ക്കാൻ നല്ലതാണ്. ഒരു മയിലിനെ പോലെ കിടക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ശ്വാസം വിട്ടുകൊണ്ട് പോവുക. കൈ കൂപ്പിന് കിടക്കാം. കൈ ഇങ്ങനെ വെച്ചും കിടക്കാം. മൂന്നാമത്തെ യോഗാസനം അർദ്ധശീർഷാസനം എന്ന് പറയാം. നെടുന്തല നിലത്ത് കുത്തിയിട്ട് ബട്ടക്സ് പൊക്കി നിൽക്കുക. ഒരു 10 ബ്രീത്തിങ്. അഞ്ചാമത്തെ യോഗാസനം പർവ്വതാസനം. കൈയും കാലും കുത്തി നിൽക്കുക. കാലിന്റെ ഉപ്പൂറ്റ് നിലത്ത് സ്പർശിക്കണം. 10 ബ്രീത്തിങ്. അടുത്തത് നമ്മുടെ ഡിസ്കിന് വളരെയധികം പ്രയോജനം കിട്ടുന്നൊരു ആസനമാണ്. തൊണ്ടവേദന കുറയാൻ നല്ലതാണ്. ലങ്സിന്റെ കപ്പാസിറ്റി കൂടാൻ നല്ലതാണ്. പാൻക്രിയാസിന്റെ പ്രശ്നം മാറാൻ നല്ലതാണ്. സെക്ഷൽ ഡിസ്ഫങ്ഷൻ മാറാൻ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ആസനമാണ്. ഇങ്ങനെ പർവ്വതാസനത്തിൽ പോലെ നിന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ വരും.
ഇത്രേ ഉള്ളൂ. അടുത്ത ആസനം നമ്മളുടെ ഡിസ്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ വളയും, ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ പുറം അങ്ങനെ നട്ടലിന്റെ മുകളിലേക്ക് വളയ്ക്കും. ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ വളയും, നട്ടല് കീഴോട്ട് പോവും, ശ്വാസം വിട്ടുകൊണ്ട് നട്ടല് മുകളിലേക്ക് വരും. അടുത്ത എക്സസൈസ് PCOD, പൈൽസിന്റെ പ്രശ്നം, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം കുറയാൻ നല്ലൊരു എക്സസൈസസ് ആണ്. ഇങ്ങനെ 10-30 പ്രാവശ്യം നമുക്ക് സൗകര്യം പോലെ ചെയ്താൽ മതി. അടുത്ത ഉഷ്ട്രാസനമാണ്. ഇപ്പൊ എല്ലാം നമ്മൾ ചെയ്തത് മുമ്പോട്ട് വളഞ്ഞാണ്. ഇനി പിറകിലേക്ക് വളഞ്ഞിട്ടുള്ളൊരു യോഗാസനം കൂടി ചെയ്യണം നമുക്ക്. ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ ഉപ്പൂറ്റി പിടിക്കുക, വലത് കാലിന്റെ ഉപ്പൂറ്റി പിടിക്കുക, ശ്വാസം കൊണ്ടുള്ള മുമ്പോട്ടും പുറകോട്ടുള്ള ആസനങ്ങൾ തീർന്നു.